മണിമല വില്ലേജിലെ പൊന്നമ്പുഴ, വളകോടി ചതുപ്പ്, ആലപ്ര, നെടുമ്പ്രം ചതുപ്പ് എന്നീ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പാട്ടഭൂമിയെ വനഭൂമിയെന്ന് ഡിജിറ്റൽ സർവേയിൽ രേഖപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം വ്യാപകമായി. ആലപ്ര റിസർവ് ഭൂമിയുടെ വനവിജ്ഞാപനം അനുസരിച്ച് ഫീൽഡ് പരിശോധന നടത്തണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ മുമ്പ് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം പാലിക്കാതെ നിലവിലുള്ള റീസർവേ രേഖകൾ മാത്രം ഉപയോഗിച്ചാണ് പട്ടയമില്ലാത്ത കർഷകരുടെ ഭൂമിയെ വനഭൂമിയെന്ന് ഡിജിറ്റൽ സർവേ രേഖകളിൽ എഴുതി ചേർത്തത്. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് അറിയിച്ചുകൊണ്ടാണ് ഈ മേഖലകളിലെ നൂറുകണക്കിന് ജനങ്ങൾ മണിമല വില്ലേജിലെ ഡിജിറ്റൽ സർവേ ഓഫീസ് ഉപരോധിച്ചത്. ഉപരോധ സമരത്തിന് മുന്നോടിയായി കരിക്കാട്ടൂർ സെൻട്രൽ കവലയിൽ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന നാട്ടുകാർ പ്രതിഷേധ പ്രകടനം നടത്തി. ഉപരോധ സമരം കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷാ ഗോപി ഉദ്ഘാടനം ചെയ്തു. ഒരു 125 വർഷത്തിന് മേളിലായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് പട്ടയം കിട്ടുക ഏതൊരു മനുഷ്യനും അവനവൻ കിടക്കുന്ന കിടപ്പാടം സ്വന്തമാണെന്ന് പറയാൻ ഈ ഭൂമിയിൽ അവകാശമില്ലേ? ഞങ്ങൾ കിടക്കുന്ന ഭൂമി അല്ല വനമല്ല ഞങ്ങൾ ചോദിച്ചേ. കഴിഞ്ഞ പ്രാവശ്യം ഡിജിറ്റൽ സർവേ വെച്ച് വനത്തിന് വെളിയിലാണെന്ന് കാണുകയും അവര് പറഞ്ഞത്ര വനം, അതിൽ കൂടുതൽ വനം നമ്മൾ ഡിജിറ്റൽ സർവേ വഴി കണ്ടുപിടിക്കുകയും ഇതിന് വെളിയിലുള്ള ഞങ്ങളുടെ കൈവശം കൃഷി ചെയ്യുന്ന ഭൂമി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ സമരം ഇതൊരു തുടക്കം മാത്രമാണ്. ഇവിടെ ഒരു നൂറ്റാണ്ടിലേറെയായി ഈ മേഖലയിൽ കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പട്ടയമോഹങ്ങൾക്ക് എതിരാകുന്ന നടപടി പിൻവലിക്കണമെന്ന് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ജെയിംസ് കണ്ണിമല ആവശ്യപ്പെട്ടു. ആലപ്പുഴ റിസർവിന്റെ തെക്കേ അതിർത്തി എന്ന് പറയുന്നത് വലിയകാവ് റിസർവാണ്, ജില്ലാ അതിർത്തിയാണ്. വലിയകാവ് റിസർവ് 1771 ഏക്കറുള്ള വലിയകാവ് റിസർവ്. അപ്പൊ താങ്കൾക്ക് ആലപ്പുഴ റിസർവിന്റെ തെക്കേ അതിർത്തി അളന്ന് നോക്കേണ്ട കാര്യമില്ല. അത് ഓൾറെഡി അളന്ന് സെക്ഷൻ 13 റവന്യൂ ഭരണത്തിലായിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ മതിയല്ലോ. ആലപ്പുഴ റിസർവിന്റെ കിഴക്കേ അതിർത്തി കറിക്കാത്തൂർ റിസർവാണ്, അതും അളന്നിട്ടുണ്ട്. ഉപരോധ സമരത്തിന് പരിസ്ഥിതി പ്രവർത്തകനായ സന്തോഷ് പെരുമ്പട്ടി, പി ജി പ്രകാശ്, ജോസ് കോവാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സർക്കാർ ഉത്തരവ് പ്രകാരം 1955 റവന്യൂ വകുപ്പിന് കൈമാറിയ ഈ പ്രദേശം വനഭൂമിയായി പ്രഖ്യാപിച്ചത് പിൻവലിച്ചില്ലെങ്കിൽ കൂടുതൽ ജനകീയ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം.